അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഖൈറിന്റെ കവാടം തുറന്നു തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധമായ ഖുർആനിൽ വളരെ കർക്കശമായ നിലപാടുകളോടുകൂടി നമ്മളോട് പറയാറുള്ള ഒരു കാര്യമാണ് സിന എന്ന് പറയുന്നത്. അതായത് വ്യഭിചാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ കൂടി പറഞ്ഞത് വലാ തഖറബുസ് സിനാ ലാ തഖറബുസ് സിനാ ഇന്നഹു ഫാഹിശത്തും വസാഅ സബീല. വളരെ മോശമായ ഒരു മാർഗമാണത്, അതുകൊണ്ട് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അതിന്റെ മാർഗം വളരെ മോശമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹു തആല നമ്മളോട് പറയാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായ ഒരു വഴിയാകുന്ന വ്യഭിചാരം, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും കരുതുന്നത് വ്യഭിചാരം എന്നുള്ളത് ഒരു ആണിന്റെയും പെണ്ണിന്റെയും ശരീരം തമ്മിൽ യോജിക്കലാണ്. എന്നാൽ അത് മാത്രമല്ല കേട്ടോ, വ്യഭിചാരമെന്ന് പറയുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഹറാമിയത്തുണ്ടല്ലോ, ആ ഹറാമിയത്ത് അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം ചെയ്യൽ കൊണ്ട് നമുക്ക് കിട്ടുന്നതായ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് ശിക്ഷ തരുന്നതാണ്. ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ തരും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിലും തരും, ആഖിറത്തിലും തരും. എന്താണ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അവസ്ഥ എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വ്യഭിചാരിയായ ഒരു മനുഷ്യന്റേതായ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണല്ലോ, ലാ തഖറബുസ് സിനാ ഫഇന്നഹു ഫാഹിശത്തും വസാഅ സബീലാ. മോശമായ വഴിയാണ്, അതിൽ കൂടി നിങ്ങൾ ഒരിക്കലും കടന്നു പോകരുത്. അത് ഏറ്റവും മോശമായ ഒരു വഴി തന്നെയാണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ ഒരിക്കലും പതിച്ചു പോകല്ലേ എന്ന് ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, വസിനാ മിൻ അഫ്ഹശി ദുനൂബ്, പാപങ്ങളിൽ ഏറ്റവും മോശമായ പാപമാണ് സിന എന്നുള്ളത്. അല്ലാഹുവിന്റെ കോപം വലിച്ചു കൊണ്ടുവരുന്ന കബായിറുകളില് ഏറ്റവും വലിയ പാപങ്ങളില് പാപമാണ് വ്യഭിചാരമെന്ന് പറയുന്നത്. അല്ലാഹുവേ, അവന്റെ മുഖത്തതിൻ്റെതായ അടയാളങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഒരു വ്യഭിചാരിയുടെ മുഖത്തതിന്റെ അടയാളങ്ങൾ മുഴുവനും എഴുതപ്പെട്ടിരിക്കുകയാണ്. അത് മഹാന്മാർക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, വ്യഭിചാരം ചെയ്യുന്നവരുടെ മുഖത്തെങ്ങനെ ലേഖനം ചെയ്തപ്പെട്ടിരിക്കുകയാണ്. എടാ വ്യഭിചാരം ചെയ്യുന്നവന്, നിന്റെ മുഖത്തതാ വ്യഭിചാരിയെന്ന് സാരിയെന്ന് എഴുതി വെച്ചിരിക്കുകയാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതാ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവനൊരു വ്യഭിചാരിയാണ്, വ്യഭിചാരിയാ. അല്ലാഹു അതുകൊണ്ട് സംഭവിക്കുന്നതായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒരു വ്യഭിചാരിയായ മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, അല്ലാഹുവേ, അവന്റെ സമ്പത്തിലുള്ള ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവന്റെ റിസ്ഖിൽ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ, അല്ലാഹു തആല കൊടുത്തിരിക്കുന്നതായ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിന്റെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ഒരുപാട് സമ്പത്തുകൾ വാരിക്കൂട്ടിയവരാണ്. പക്ഷേ അത് മുഴുവനും തകർന്നടിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലാഹുവേ, അവൻ വ്യഭിചാരത്തിലേക്ക് കടന്നതിന്റെ പേരിലാണ്. പല ഗൾഫുകാരും നമ്മളോട് പറയാറുണ്ട്, ഗൾഫ് രാജ്യത്തിൽ നിൽക്കുന്ന പ്രവാസികളുണ്ടല്ലോ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഗൾഫിലുള്ള പ്രവാസികള് നഷ്ടം സംഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ ഒരു കാരണം എന്തെന്നറിയോ? എല്ലാവരും എല്ലാവരുടെയും കാര്യമല്ല ഇത് പറയുന്നത്. ചില ആൾക്കാർ നഷ്ടം സംഭവിച്ച് കടമുടിഞ്ഞ് കച്ചവടങ്ങൾ മുഴുവനും നശിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഗൾഫ് രാജ്യത്തിൽ വെച്ചുകൊണ്ട് മടലാരുണ്യത്തിൽ അല്ലാഹുവേ പാടുപെട്ടുണ്ടാക്കുന്ന പണം മുഴുവനും പച്ചറച്ചിക്ക് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടി വ്യഭിചാരശാലകളിലേക്ക് വാരിയെറിഞ്ഞതിന്റെ പേരില് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന് കൊടുക്കുന്ന പണിഷ്മെന്റ്, അവന്റെ റിസ്ഖിലുള്ള ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവനും പരാജയപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് കടന്നു വരുന്നത്. അവന്റെ റിസ്ഖിലുള്ള ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നുവെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അവൻ അല്ലാഹു പല രോഗങ്ങളെ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നതാ. പല രോഗങ്ങളെ കൊടുത്തവനെ അല്ലാഹു പ്രയാസപ്പെടുത്തുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ പോലും വ്യഭിചാരശാലകളായി മാറിയിരിക്കുകയാണ്. കേട്ടുകൊണ്ട് അത്ഭുതപ്പെടേണ്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ വീടെന്ന് പറയുന്നത്. വളരെ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന സ്ഥലമാണല്ലോ വീടെന്ന് പറയുന്നത്. പക്ഷേ ആ വീടിന്റെ ഉള്ളിൽ പോലും വ്യഭിചാരശാലകളായി മാറിയിരിക്കുകയാണ്. എങ്ങനെയെന്നറിയോ? അല്ലാഹുവേ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്തുകൊണ്ട് മോശമായ ചിത്രങ്ങൾ കണ്ട്, വീഡിയോകൾ കണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കളെ റൂമിൽ കിടക്കുന്ന സമയത്ത് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അവര് മുഴുവനും അതാ മോശമായ ഹറാമിയത്തിന്റെ വ്യഭിചാരത്തിൻ്റെതായ ഓരോ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വ്യഭിചാരശാലയാക്കി മാറ്റുകയാ. അത് കാരണമായിട്ട് മലായികത്തുകൾ അവിടെ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന റബ്ബേ, അല്ലാഹുവേ, ഹറാമിയത്ത് കാണുന്ന വീടാണല്ലോ അല്ലാ, ഹറാമിയത്ത് കാണുന്ന വീടാണല്ലോ അല്ലാ, ഈ വീട്ടിൽ ഒരുപാട് ബറക്കത്തുകൾ മുഴുവനും നീ നഷ്ടപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരായിട്ട് ദുആ ചെയ്തുകൊണ്ട് മലായികത്തുകൾ കടന്നു വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, നമ്മൾ ശ്രദ്ധിച്ചോ? മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ കാണുന്നവര്, മൊബൈല് കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കണ്ണുകൊണ്ട് കാണുന്ന ഹറാമിയത്തുണ്ടല്ലോ, ഹറാമിയത്തിൻ്റെതായ കാഴ്ചകളുണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുന്നവര് അല്ലാഹു അതാ നിനക്ക് രോഗം തരുന്നതാണ്, രോഗം തരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഴ്ച മുഴുവനും നമ്മുടെ മക്കൾക്ക് രോഗമാണല്ലോ, ഭാര്യയ്ക്ക് രോഗമാണല്ലോ, ഭർത്താവിന് രോഗമാണല്ലോ, മാതാപിതാക്കൾക്ക് രോഗമാണല്ലോ. അടിക്കടിക്കതാ രോഗങ്ങൾ വന്നുകൊണ്ട് കൂടുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്നറിയോ? അല്ലാഹു ഹറാമാക്കിയ കാര്യം നിന്റെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ചെയ്യുന്നുണ്ട്, നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് കാരണമായിട്ടാണ് നിനക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഖില്ലത്തുൽ ഉമരി, നിന്റെ ആയുസ്സിനെ അല്ലാഹു ചുരുക്കി കളയുന്നെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, നിന്റെ ആയുസ്സിനെ ചുരുക്കിക്കളയും, നിന്റെ ആയുസ്സിനെ ചുരുക്കിക്കളയും. അതുകൊണ്ടാണല്ലോ നമ്മുടെ മക്കള് മൊബൈലിൽ തോന്നിവാസം കണ്ടിട്ട് ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് പറ്റുന്നു, പ്രേമ നൈരാശ്യം കാരണം തൂങ്ങി മരിക്കുന്നു, കായലിലെടുത്ത് ചാടുന്നു, ആറ്റിലെടുത്ത് ചാടുന്നു, നാട് വിട്ടിറങ്ങി പോകുന്നു, ആരെങ്കിലും ഒക്കെ തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാ, ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാ. എന്തുകൊണ്ടാണ്? അവരുടെ ഇടയിലേക്ക് ഹറാമിയത്തുകളും വ്യഭിചാരങ്ങളും കടന്നു വന്നതിന്റെ പേരിൽ അവരുടേതായ ജീവിതം മുഴുവനും നശിച്ചു പോകുന്നത് അവർ തന്നെ അറിയുന്നില്ല. സ്വന്തമായിട്ട് ഉരുകിത്തീരുന്നത്, സ്വന്തമായിട്ട് എരിഞ്ഞു തീരുന്നത് നമ്മൾ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ തെറ്റുകൾ ചെയ്യുമ്പോ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഓരോ മുസീബത്തുകൾ കടന്നു വരികയാണ്. ആ മുസീബത്തുകൾ കാരണമായിട്ട് നമ്മൾ അതിലെല്ലാം ഇടപെട്ടുകൊണ്ട് നെട്ടോട്ടമോടുമ്പോ അള്ളാഹുവെ ഒരു നിമിഷം പോലും അതിന് നാം ചെയ്തു പോയ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ പോലും സമയമില്ലാതെ നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാ. തൗബ ചെയ്യാൻ പോലും അള്ളാഹു അതിന് സമയം തരില്ല, ഓട്ടത്തോടെ ഓട്ടമായിരിക്കും. അതിനിടെ ഇങ്ങനെ നമ്മുടെ ആയുസ് ചുരുങ്ങുന്നു, രോഗം വരുന്നു, റിസ്കിലുള്ള ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, എല്ലാം കൊണ്ടും വല്ലാത്ത പ്രയാസത്തിൽ കൂടി കടന്നു പോവുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് തൗബ ചെയ്യാൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മടി കാണിക്കരുത്. കാരണം എന്തെന്നറിയോ? ഏത് സമയത്താണ് അസ്രായേൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ലല്ലോ. ഏത് സമയത്താണ് അസ്രായേൽ വരുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ലല്ലോ. അല്ലാഹുവേ, നമ്മുടെ കാലാവധി കഴിഞ്ഞാൽ ഒരല്പസമയം പോലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പിന്നെ ദുനിയാവിൽ നമുക്ക് സ്ഥാനമില്ലല്ലോ. നീ എത്ര വലിയ മണിവാളികൾ വെച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാലും ശരി, നീ എത്ര വലിയ നേതാവാണ്, യോദ്ധാവാണ്, നീ വലിയ മുതലാളിയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലടാ പൊന്നുമോനെ. അതാ നിന്റെ റൂഹ് പിരിഞ്ഞാ നിന്നെ പിന്നെ ഒരു നിമിഷം പോലും ഭൂമിയുടെ മുന്നിൽ വെക്കാൻ ഒരിക്കലും നിന്റെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും മക്കളും സമ്മതിക്കില്ല. എന്റെ വാപ്പച്ചി എനിക്ക് ഒരുപാട് കൊണ്ടു തന്നതാ, എനിക്ക് മിഠായി കൊണ്ടു തന്നതാ, ചോക്ലേറ്റ് കൊണ്ടു തന്നതാ, എനിക്ക് വാഹനം വാങ്ങി തന്ന വാപ്പച്ചിയാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ മക്കള് പോലും നിന്റെ റൂഹ് പിരിഞ്ഞാൽ അവിടെ കിടത്തില്ല. അവര് പെട്ടെന്ന് പറയുന്നത് എന്തെന്നറിയോ? എങ്ങനെയാ പെട്ടെന്നൊന്ന് മറമാടുക? പെട്ടെന്ന് മറമാടാൻ വേണ്ടിയിട്ടുള്ളതായ സംവിധാനങ്ങളാണ് അവര് തിരക്കിക്കൊണ്ടിരിക്കുന്നത്, അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെച്ചിരിക്കുന്നതായ പ്രവൃത്തികളുണ്ടല്ലോ, അല്ലാഹുവേ, നിന്റെ ആയുസ് മുഴുവനും ചെലവാക്കിയിട്ട് നീ പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സമ്പാദ്യം ആ വീട്ടിന്റെ ഉള്ളിൽ കിടക്കാൻ പോലും അതാ സമ്മതിക്കാതെ പള്ളിക്കാട്ടിൽ അതാ നിനക്ക് വേണ്ടിയിട്ടതാ ഒരു മണിയറ ഒരുക്കുകയാണ്, ഒരു കുഴിമാടം ഒരുക്കുകയാണ്. എല്ലാവരും അതാ നിന്നതിലേക്ക് കൊണ്ടുവെക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പിടിമണ്ണ് വാരിയിട്ട് കൊണ്ട് എല്ലാവരും അതാ മടങ്ങുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ അവസ്ഥ ഇതാണല്ലോ. പിന്നെന്തിനാണ് അല്ലാഹുവിനെ ധൃതി ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നിന്റെ ആയുസ് ചുരുങ്ങി പോകുന്നതാണടാ ചെറുപ്പക്കാരാ, നിന്റെ ആയുസ് അല്ലാഹു ചുരുക്കുന്നതാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? കാണുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും നിന്നോട് വെറുപ്പാകുന്നതാ. എല്ലാവർക്കും നിന്നോട് മാനസികമായി വല്ലാത്ത വെറുപ്പ് തോന്നുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്നോട് മാനസികമായ ഒരു വെറുപ്പ് എല്ലാവർക്കും ഉണ്ടാകും. കാണുന്നവരോടെല്ലാം ഒരു വെറുപ്പാണ്. കാണുന്നവർക്ക് നിന്നോടും വെറുപ്പാണ്, മറ്റുള്ളവരോട് നിനക്കും വെറുപ്പാണ്. ഇങ്ങനെ വെറുപ്പ് സമ്പാദിച്ചു കൊണ്ട് നടക്കുക.
എല്ലാവർക്കും വെറുപ്പുണ്ടാവുക. അങ്ങനെ മനുഷ്യന്മാര് വെറുത്തു കഴിഞ്ഞാൽ, സാലിഹീങ്ങൾ വെറുത്താൽ, നാലിമീങ്ങൾ വെറുത്താൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകളും നമ്മളെ വെറുക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലാകമാര് വെറുക്കുമ്പോ അംബിയാ മുർസലീങ്ങൾ മുഴുവനും വെറുക്കുകയാണ്. അംബിയാ മുർസലീങ്ങൾ മുഴുവനും വെറുക്കുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ കൈവടിയുകയാണ്. അവിടുന്നുള്ള നോട്ടം മുഴുവനും അതാ മാറ്റുകയാണ്. അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം അവിടുന്ന് മാറ്റുകയാണ്. പിന്നീട് അള്ളാഹുവിന്റെ കോപത്തിനിരയായി കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ പ്രിയപ്പെട്ടവര്, അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുങ്ങാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അല്ലാഹുവേ നമ്മൾ വിജയിക്കേണ്ട പല ഘട്ടങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയായി എണ്ണി എണ്ണി പറയുന്നത്, അല്ലാഹുവേ നീ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് കടന്നു പോയാൽ, അല്ലാഹുവേ മരിക്കുന്ന സമയമുണ്ടല്ലോ, സക്കറാത്തിന്റെ ഹാലുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിമുസ്സലാത്തു വസ്സലാമും അല്ലാഹു ഇവിടുത്തെ മലായികത്തുകളും കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ നമ്മുടെ റൂഹ് മലായികത്തുകൾ അതാ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ, അല്ലാഹുവേ എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹ് മംഗല ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുത്തന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ, അവസാനം റൂഹ് പിടിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, വ്യഭിചാരം ചെയ്തുകൊണ്ട് നടക്കുന്നവര് നിങ്ങൾക്കൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ ഒരിക്കലും അതിന് സാധിക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ആ വ്യഭിചാരിയായ മനുഷ്യന്റെ മയ്യത്തുമായിട്ട് ജനങ്ങളതാ കൊണ്ടുപോകുമ്പോ, ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതാ മലായികത്തുകൾ കടന്നു വരികയാണ്. അല്ലാഹുവേ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ആ മയ്യത്തിന് അത്തറ പുരട്ടി എന്ന് പറഞ്ഞാലും ശരി, എടാ ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ അത്തർ കൊണ്ട് വന്നിട്ട് നിന്റെ ശരീരത്ത് നീ മയ്യത്തായിട്ട് പോകുന്ന സമയത്ത് നിന്റെ അണികൾ, നിന്റെ കുടുംബക്കാര് മുഴുവനും നിനക്ക് അത്തറും സ്പ്രേയും എല്ലാം പൂശി തന്നാലും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നീ വ്യഭിചാരിയാണോ? നിന്നെ മയ്യത്തായി കൊണ്ടുപോകുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ നിന്നും മോശമായ മോശമായ വാസനയാണ് അടിച്ചു വീശുന്നതെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും മോശമായ വാസനയാണ്, കരീഹത്തായ വാസനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് കാരണമായിട്ട് റഹ്മത്തിന്റെ മലായികത്തുകൾ മുഴുവനും അകന്നു പോവുകയാണ്. ആ മയ്യത്തിനോടൊപ്പം ഇബ്ലീസാണ് കടന്നു വരിക. ആ മയ്യത്തിനോടൊപ്പം ഇബ്ലീസാണ് കടന്നു വരിക. അല്ലാഹുവേ, മോശമായ വാസനയോടെ ആ ഖബറിൽ കൊണ്ടുവെക്കുന്നത്, മോശമായ വാസനയോടെ ആ ഖബറിൽ കൊണ്ടുവെക്കുന്നത്. ഇത് വ്യഭിചാരി മാത്രമല്ല, കള്ളുകുടിച്ച് നടക്കുന്നവരുണ്ടല്ലോ, കള്ളുകുടിച്ചുകൊണ്ട് മദ്യവെച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നവര്. എടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നീ MDMA ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ.
മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അല്ല റസൂലല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എല്ലാം മറന്നുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നവര് പൊന്നുമോനെ ഖബറുണ്ടടാ ഖബറുണ്ടടാ നിനക്ക് മരിക്കില്ല എന്ന് പറയാ നിനക്ക് സാധിക്കുമോ മോനെ? ഒരിക്കലും മരിക്കില്ലെന്ന് പറയാൻ കഴിയുമോ? മരിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? എല്ലാവരെയും മരണമെന്ന് പറയുന്ന പ്രതിഭാസം വന്നുകൊണ്ട് പിടിക്കുകയാണ്. അവിടുന്ന് ഖബറിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ മലായികത്തുകളെ കടന്നു വരികയാണ്. അവിടുന്ന് ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക വമാ ഇമാമുക. അല്ലാഹുവേ, ഓരോ ചോദ്യങ്ങളും മലായികത്തുകൾ വന്നുകൊണ്ട് ചോദിക്കുമ്പോ എല്ലാവരും വന്ന് അല്ലാഹുവേ മലായികത്തുകൾ വന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവേ സാലിഹായ മനുഷ്യനാണെങ്കിൽ അതിനെല്ലാം മറുപടി പറയുകയും പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് മലായികത്തുകൾ കടന്നു പോകുകയാണ്. എന്നാൽ മോശപ്പെട്ടായ ഇത്രയും വ്യഭിചാരം ചെയ്ത് കള്ളുകുടിച്ച് മോശമായ രീതിയിൽ ജീവിച്ചവന് നീ മോശമായ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും നാറ്റവുമായിട്ടാണ് ദുർഗന്ധമായിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ ചോദ്യത്തിന് മുമ്പേ അടിയവിടെ തുടങ്ങുകയാണ്. അടിയവിടെ തുടങ്ങുകയാണ്, ശിക്ഷ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാണടാ ചെറുപ്പക്കാരാ, തുച്ഛമായ കാലമല്ലേ ദുനിയാവിലുള്ളൂ. 50-ഉം 60-ഉം വയസ്സ് കഴിയുമ്പോ ഈ ദുനിയാവ് വിട്ടിട്ട് നമ്മൾ പോകണ്ടേ? 40-ലും 50-ലും 60-ലും നിൽക്കുന്ന വാപ്പാ, ഇനിയെങ്കിലും നിനക്ക് പള്ളിയിൽ കയറിക്കൂടെ? ഇനിയെങ്കിലും അല്ലാഹുവിനോട് തൗബ ചെയ്തൂടെ? ഇനിയെങ്കിലും ലോട്ടറി ഉപേക്ഷിച്ചുകൂടെ? ഇനിയെങ്കിലും നിനക്ക് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് തൗബ ചെയ്തുകൂടെ? എന്തിനാ നിന്റെ സമയം നീ പാഴാക്കി കളയുന്നത്? എന്തിനാ നിനക്കുള്ള ചാൻസ് നീ നഷ്ടപ്പെടുത്തി കളയുന്നത്? എന്തിനാ ദുനിയാവിനെ കണ്ടുകൊണ്ട് മതിമറന്നുകൊണ്ട് ജീവിക്കുന്നത്? ഇതിനേക്കാളും സുഖസുന്ദരമായ ഒരു ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ മുന്നിലതാ മലർത്തി വെച്ചിരിക്കുകയാ. നമുക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അത് മറന്നു പോകില്ലേ ചെറുപ്പക്കാരോ? അല്ലാഹുവിന്റെ ആഖിറത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതാണ്. അല്ലാഹു റാഹത്തിലാക്കി മാറാകട്ടെ. അതുകൊണ്ടടാ വിചാരത്തിൽ നിന്ന് മാറി നിൽക്ക്, കള്ളുകൊടിയിൽ നിന്ന് മാറി നിൽക്ക്. അല്ലാഹു നിനക്കതാ ഖൈറായ ജീവിതം അവിടെ കാണിച്ചു വെച്ചിരിക്കുകയാണ്. ഖൈറായ ജീവിതം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചോ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തരുന്ന അദാബാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാകും, ഇത് എല്ലാവർക്കും ഉണ്ടാകും. അല്ലാഹു നമ്മളെ സലാമത്തിലാക്കി മാറാകട്ടെ, റാഹത്തിലാക്കി മാറാകട്ടെ, ഖൈറിലാക്കി തെരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.